ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തന്നെ ഞാൻ ബീഫ് ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ടിപ്സും പറയുന്നുണ്ട്. നമുക്കിപ്പോൾ ബിരിയാണി ആക്കാൻ മടിയുള്ളവർക്കും കുറേ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് മടിയെല്ലാം ഉള്ളവരുണ്ടാവില്ലേ, അവർക്കെല്ലാം ടൈം മാനേജ്മെൻറ്റ് ചെയ്യാനും, അതായത് സമയം വേസ്റ്റ് ആക്കാതെ തന്നെ നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുക, അങ്ങനത്തെ എല്ലാം കുറച്ച് ടിപ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ പേര് പറയുന്നുണ്ട് ഞാൻ ബിരിയാണി ആക്കിയാൽ ടേസ്റ്റ് ഉണ്ടാകുന്നില്ല എന്നെല്ലാം. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കാൻ കേട്ടോ, നമ്മൾ ഏതൊരു റെസിപ്പി ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ അളവും അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം ഇല്ല, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ എന്തായാലും ഉറപ്പായിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ബീഫ് ദം ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന അതേ അളവിൽ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല ബീഫ് ബിരിയാണി കിട്ടും. ഞാനിവിടെ വലിയ 5 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ 5 സവാള കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ചാൽ നമ്മൾ എരിയൂല. പിന്നെ വെളുത്തുള്ളിയും തൊലി കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് വലിയ ഒരു 5 തക്കാളി, പിന്നെ ഇതാ ഈ വലുപ്പത്തിൽ ഇഞ്ചി എടുക്കുന്നുണ്ട്. ഒരു 10 പച്ചമുളകും കൂടി നല്ലപോലെ കഴുകിയിട്ട് വെക്കുന്നുണ്ട്. ആദ്യം നമുക്ക് സവാളയെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം എടുക്കുന്നുണ്ട്. അലുമിനിയത്തിൻ്റെ പാത്രമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വേണമെങ്കിലും എടുക്കാം. നോൺ സ്റ്റിക്ക് ആയാൽ അത് അടിക്കൊന്നും പിടിക്കില്ല. അപ്പോൾ ഇതാ സവാളയെല്ലാം കട്ട് ചെയ്തിട്ട് ഒരു 4-5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ വഴറ്റുന്നത്. ഓയിലൊന്നും ഒഴിക്കുന്നില്ല. നിങ്ങൾക്ക് ഓയിലാണെന്ന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചാൽ മതി. പിന്നെ ഈ സവാള നമുക്ക് നല്ല ബ്രൗൺ കളറാകുന്ന വരെ സോട്ട് ചെയ്യാം. ആ സമയം നമ്മൾ വേസ്റ്റ് ആക്കണ്ടിട്ട് ആ സമയം നമുക്ക് തക്കാളി കട്ട് ചെയ്യുക, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് അല്ലേ അതെല്ലാം ആക്കി വെക്കുക. ഇവിടെ സവാള നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഗോൾഡൻ ബ്രൗൺ കളറല്ല, അത്യാവശ്യം നല്ല ബ്രൗൺ കളറാകുന്നവർ തന്നെ സോട്ട് ചെയ്യണം. ആ സമയം നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എല്ലാം ഇല്ലേ, വെളുത്തുള്ളി ഇഞ്ചി പിന്നെ പച്ചമുളകിൻ്റെ പേസ്റ്റ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം പേസ്റ്റ് ആക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ്. കാരണം എനിക്ക് പേസ്റ്റിനേക്കാളും ക്രഷ് ചെയ്തതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടീന്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഇതുപോലെ ഇളക്കി ടേസ്റ്റ് കിട്ടീന്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇല്ലേ അതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കണ്ടിട്ടാണ്. നമുക്ക് ഇതിന് 2 ചെറുനാരങ്ങ വേണം. അപ്പോൾ ഈ തക്കാളി ഉടഞ്ഞ് കിട്ടുന്ന സമയത്ത് നമുക്ക് ചെറുനാരങ്ങയുടെ നീരെടുത്ത് വെക്കാം. അങ്ങനെ ഇതാ നമ്മുടെ 2 ചെറുനാരങ്ങയുടെ നീരെടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ തക്കാളി നല്ല പോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അതും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി വെക്കണം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അപ്പോൾ ഇതാ അടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ബീഫിൻ്റെ കുറേ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അത് ഫുള്ള് വേണ്ട, നമുക്ക് അതിൻ്റെ കുറച്ച് സ്റ്റോക്കോടി കൂടി തന്നെ ബീഫ് നമ്മുടെ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ബീഫ് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ച് സ്റ്റോക്കും കൂടി ഒഴിച്ചിട്ട് തന്നെയാണ് ഇട്ടിട്ടിനി. ഇനി ഇത് കുറച്ച് വറ്റുന്നവരെ നമുക്ക് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേവിക്കാം. അങ്ങനെ ഏകദേശം മസാല വറ്റി വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടിയിട്ട് നല്ല പോലെ ഇളക്കി വെക്കുക. ഗരം മസാല പൊടിക്കുന്ന വീഡിയോ ഞാൻ നോമ്പിൻ്റെ പ്രിപ്പറേഷൻസിൻ്റെ ഇതിലിട്ടിട്ടുണ്ടായിട്ടാ. ആ ഗരം മസാല പൊടി തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അത് നല്ല മണവും നല്ല ഫ്ലേവറാണ്. ഇനി നമ്മുടെ ഒരു കൈ ഫുള്ള് മല്ലിയിലയും പുതിനയിലയും രണ്ടും കൂടി ചെറുതായി കട്ട് ചെയ്തിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ബിരിയാണിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറാണ് വെക്കേണ്ടത്. ഞാൻ 1.5 കിലോ ബീഫ് വന്നിട്ട് എടുത്തിന്. അതിലേക്ക് ഞാൻ 1.5 കിലോ ചെറിയ അരിയാണ് എടുക്കുന്നത്. ചെറിയ അരി കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്ക് ബാസ്മതി റൈസിനേക്കാൾ പേഴ്സണലി ചെറിയ അരിയാണ് ഭയങ്കര സ്മെല്ലും ടേസ്റ്റും തോന്നിന്. എല്ലാവർക്കും ഇഷ്ടമാണോന്നില്ല, ചില ആൾക്ക് ബാസ്മതി റൈസിൻ്റെ ബിരിയാണിയാണ് ഇഷ്ടം. അപ്പോൾ ഈ അരി നല്ല പോലെ ഒരു 3-4 വെള്ളത്തിൽ കഴുകിയിട്ട്, വെള്ളം ക്ലിയർ ആകുന്നവരെ കഴുകിയിട്ട് സ്ട്രെയിൻ ചെയ്ത് വെക്കുക. ഇനി അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു കപ്പോളം അണ്ടിയും കിസ്മിസും ഇല്ലേ അത് രണ്ടും കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്.
ഇനി അതേ പാത്രത്തിൽ തന്നെ ഒരു സവാളയിൽ അത് നല്ലോണം തിന്നായിട്ട് സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് വറുത്ത് കോരാം. അങ്ങനെ സവാളയും കൂടി എടുത്തിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അളവിൽ വെള്ളമാണ് ഞാൻ എടുത്തത്. അപ്പോൾ 1.5 കിലോ അരിയിൽ എത്ര ഗ്ലാസ് ഉണ്ടാവും അതിൻ്റെ 1/2 ഗ്ലാസ് കൂട്ടിയിട്ടുള്ള വെള്ളമാണ് ഞാൻ എടുത്തത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 6-8 കറാമ്പ്, പിന്നെ ഒരു 6-8 ഏലക്ക, ഒരു ബേ ലീഫും കൂടി ഇട്ടിട്ട് ഇത് നമുക്ക് വെള്ളം തിളക്കുന്നവരെ മൂടി വെക്കാം. അങ്ങനെ വെള്ളം നല്ല പോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ ഡ്രെയിനാക്കി വെച്ച അരിയില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് കട്ടിയൊന്നും പിടിക്കാതെ തന്നെ ഓരോന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പും കൂടി പറയുന്നുണ്ട് കേട്ടോ. ബിരിയാണി റൈസ് നല്ല കട്ടിയൊന്നും പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ തുറന്ന് വെക്കണം. ഫുള്ള് ഫ്ലെയിമിൽ തുറന്ന് വെച്ചിട്ട് ഇതുപോലെ നല്ല വെള്ളം വറ്റി വരുന്ന സമയം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെക്കണം. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല കട്ടയൊന്നും ഇല്ലാത്ത നല്ല റൈസ് കിട്ടും. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ നമ്മുടെ അരി റെഡിയാവും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റ് ആകുമ്പം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല ഉതിർന്ന ചോറാന്നിട്ടാ, ഉണ്ട കിട്ടാത്ത നല്ല റൈസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ലെയറിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലൊരു 3/4 ഭാഗം വേറെ പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇനി ബാക്കി വരുന്ന ചോറെല്ലാം ഒന്ന് ലെവലാക്കി കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കാഷ്യൂ, കിസ്മിസ്, പിന്നെ സവാള, അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട്, മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് അതിന് പകുതി ഭാഗം ഇതിൻ്റെ മേലേക്ക് ഇതുപോലെ വെതറി കൊടുക്കുക. ഇതിലേക്ക് പുതിന വേണ്ടട്ട, ഭയങ്കര ഡാർക്ക് സ്മെല്ലായിരിക്കും. ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യുമ്പം മല്ലിയില മാത്രം മതി. അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയില്ലേ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ലെവലാക്കി എടുക്കണം. ഇനി മസാലേൻ്റെ മേലേക്ക് കുറച്ച് റോസ് വാട്ടർ ഇതുപോലെ കയ്യിലാക്കിയിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചോറില്ലേ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. നല്ല ഉതിർന്ന റൈസാണ് കേട്ടോ, ഒരു കട്ടയും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് നേരത്തെ ബാക്കി വന്ന കാഷ്യൂ, കിസ്മിസ്, സവാള, പിന്നെ മല്ലിയിലയില്ലേ അത് നല്ലപോലെ ഫുള്ളായിട്ട് വെതറി കൊടുത്ത് അതിൻ്റെ മേലേക്ക് വീണ്ടും ഇതുപോലെ കയ്യിലാക്കിയിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ദം ബിരിയാണി കിട്ടും കേട്ടോ. നിങ്ങൾ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് അതേപോലെ ഫോളോ ചെയ്താൽ മതി. നല്ല പെർഫെക്റ്റ് ബിരിയാണി നമുക്ക് കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ പുതിയ റെസിപ്പീസും പുതിയ വ്ളോഗ്സുമായി ഇനി വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ ബൈ.